ഇപ്പൊ മൂത്ത മോന്റെ കൂടെ ഞാൻ കാറിൽ കയറി അവനെ ഞാൻ നോക്കുന്നില്ല, അവനെ നോക്കുന്നുണ്ടോ ഞാൻ നോക്കുന്ന കണ്ടോ അവന്. കേരളത്തിൽ ആരെങ്കിലും കാർ എടുത്ത് എത്ര ആൾക്കാർ വന്ന് നിൽക്കും? അതെന്താ സംഭവം? അതാണ് സംഭവം. ഏഴ് തുണി വെക്കണം കാറിന്റെ തുണിയാ വെക്കുന്നേ. ആണടാ. അല്ല ഞാൻ പറഞ്ഞില്ല, ഞാൻ ദൂരെയൊക്കെ ഷൂട്ടിന് പോകുമ്പോ വണ്ടിയിൽ ബസ്സും ട്രെയിനും ഒക്കെ അല്ലേ പോകും. കസിൻസ് എല്ലാം ഉണ്ടല്ലോ, കസിൻസ് ആരെല്ലാം വന്ന് ഓടിച്ചു. പിന്നെ മോനുണ്ടല്ലോ. ആദ്യത്തെ ട്രിപ്പ് എങ്ങോട്ടായിരിക്കും പ്ലാൻ ചെയ്തത്? ഇല്ല, അങ്ങനൊന്നും ഇല്ല. അത് വലിയ സംഭവമാക്കി ഞാൻ എടുത്തിട്ടില്ല, സത്യമായിട്ടും ദൈവസത്യമായിട്ട് എടുത്തിട്ടില്ല. ഞാൻ ഇപ്പം ഒരാൾ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞത് സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ചർച്ചാ വിഷയമാണ്, വലിയ സംഭവമാണ്. സോഷ്യൽ മീഡിയ സംഭവം എനിക്ക് അങ്ങനെ സംഭവമൊന്നുമല്ല കേട്ടോ. നമ്മള് പാവങ്ങള്, നമ്മളതൊന്നും വലിയ സംഭവമാക്കുന്നൊന്നുമില്ല. പിന്നെ എല്ലാവർക്കും സന്തോഷം, സ്വന്തമായിട്ട് വണ്ടിയൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര സന്തോഷം, അത്രേ ഉള്ളൂ. കാരണം നേരത്തെ ഒരു വണ്ടി ഉണ്ടായിരുന്നല്ലോ, ചേട്ടൻ മേടിച്ചോർണ്ണം ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ വലിയ ഇപ്പം ദുബായി പോയി ഞാൻ സംഭവമാക്കി എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമല്ല. ഇനി കാർ മേടിച്ചോ, അവളൊരു സ്വിഫ്റ്റ് കാർ മേടിച്ചാണോ സംഭവം എന്ന് കുറേ എണ്ണം ഇറങ്ങും. അതുകൊണ്ട് ഒരു സംഭവം ഞാൻ ആക്കിയിട്ടില്ല. സന്തോഷം അത്രേ ഉള്ളൂ. എൻ്റെ സ്വന്തം പൈസയ്ക്ക് ഞാൻ മേടിച്ചല്ലേ, സന്തോഷം. വലിയ സംഭവം ഒന്നും രേണുസുതി ആക്കിയിട്ടില്ല. ഇതൊന്നും വലിയ കാര്യമല്ല. എനിക്ക് എന്നെ സംബന്ധിച്ച് വലിയ കാര്യം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇത് കാര്യമല്ലായിരിക്കും, പക്ഷെ എൻ്റെ വീട്ടുകാർക്കെന്ന് പറഞ്ഞാൽ ഞാൻ സ്വന്തമായിട്ട് മേടിച്ചുകൊണ്ട് വലിയ കാര്യം തന്നെയാണ്. പക്ഷെ മറ്റുള്ളവർ പറയും ഇതെന്ത് വലിയ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ സംഭവം ആക്കിയിട്ടില്ല ഒന്നും, മനസ്സിലായോ? പിന്നെ മക്കൾക്കൊക്കെ ഭയങ്കര സന്തോഷം. അതല്ലേ മോൻ ഇന്നലെ വൈകിട്ടേ വന്നത്, കിച്ചു ഇന്നലെ വൈകിട്ടേ ഓടി വന്നു. ഫിനാൻസ് ആണോ വണ്ടി? ഫിനാൻസ് ആണോ? കിച്ചും പറഞ്ഞു സന്തോഷമായിരുന്നു, സംസാരിച്ചായിരുന്നു, സന്തോഷമായെന്ന് പറഞ്ഞിരുന്നു. അമ്മയുടെ ഇനി ഒരു അച്ചീവ്മെന്റ് എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും അല്ല അച്ചീവ്മെന്റ് അല്ലെങ്കിൽ പോലും നല്ലൊരു ഒരു രേണുവിനെ സംബന്ധിച്ചാൽ തന്നെ ഫൈറ്റ് ചെയ്ത് വന്നതായതുകൊണ്ട് നല്ലൊരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെ എല്ലാവരും കണക്കാക്കുന്നത് ഈ കാർ എടുക്കുന്നത്. ആണോ? അല്ല ഇപ്പൊ ഇനി ഓരോരുത്തർ പൊങ്ങും, വലിയ സംഭവമല്ലേ എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇനി മുൻകൂട്ടി പറഞ്ഞു കേട്ടോ, ഞാൻ വലിയ സംഭവമായിട്ടൊന്നും കാണിച്ചല്ല എന്ന് ഞാൻ പറഞ്ഞത്. 6 മാസം മുന്നേ കണ്ട രേണുവിന് ഇപ്പോഴും നല്ല വ്യത്യാസം ഉണ്ട്. പിന്നെ മെഡിസിൻ ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ റൂമിൽ പോയി സുന്ദരിയായിട്ടല്ലേ ഇരിക്കുന്നത്. ഇന്നലെ ഞാൻ ഇത് ചെയ്തായിരുന്നു, സ്കിന്നിന്റെ നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. ചെയ്യണ്ടേ? വ്യത്യാസം തോന്നണ്ടേ? ശരി ശരി ഓക്കെ, പോയിട്ട് ശരിയടാ. രേണുവിന്റെ ജീവിതത്തിൽ ഒരു മറല്ല കേട്ടോ, എല്ലാ കാര്യങ്ങളും ആൾക്കാർ കണ്ടോണ്ടിരിക്കുക വീഡിയോ വഴി. എനിക്കെന്തിനാ മറക്കുന്നത്? അതുകൊണ്ട് നമുക്ക് കള്ളത്തരം ഉണ്ടെന്ന് പറയാം, കള്ളത്തരം ഉണ്ടെന്നേ പറയത്തുള്ളൂ. പറഞ്ഞാൽ എനിക്കൊന്നുമില്ല. ഏറ്റവും കൂടുതൽ തൊപ്പി ലൈവ് സ്ട്രീം ചെയ്യുമ്പോൾ എല്ലാവരും ജീവിതം അറിയുന്നുണ്ട്, അതിലും കൂടുതൽ ജീവിതം രേണുവിന്റെ അറിയാൻ പറ്റും. അവളത് ഇഷ്ടപ്പെട്ടെടുത്തോ, അപ്പോഴാണ് ഞാനും എടുത്തോണ്ട് വരുന്നത്. അപ്പൊ ഒരുപോലെ പറഞ്ഞിട്ടാന്ന് പറഞ്ഞ പിന്നെ പറഞ്ഞിട്ട് ഞങ്ങൾ തന്നെ ഇങ്ങനെ കണ്ടിട്ടില്ല, നാട്ടുകാരെ കണ്ടേ കേട്ടോ. ഞങ്ങൾ അടിച്ച് പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞത് എന്റെ മൂത്ത മോൻ. മൂത്ത മകന്റെ കാറില് രേണു കാർ എടുക്കാൻ പോകുന്നല്ലേ? ഒരു മിനിറ്റ്, ഇത് എന്നെ ചെയ്യോടി വന്നോളൂല്ലോ. വാഴട്ടോ വാഴട്ടോ. ഓക്കെ, ഇതിനകത്ത് പിള്ളേരെല്ലാരും ഉണ്ട്. എല്ലാരും ഉണ്ടല്ലോ അല്ലേ കിച്ചു? അപ്പൊ മൂത്ത മോന്റെ കൂടെ ഞാൻ കാറിൽ കയറി അവനെ ഞാൻ നോക്കുന്നില്ല, അവനെ നോക്കുന്നുണ്ടോ ഞാൻ നോക്കുന്ന കണ്ടോ അവന്. അത് മൂത്ത മോന്റെ കാറില്, ഇത് മൂത്ത മോന്റെ കാർ. ഇനി എടുക്കാൻ പോകുന്നത് നമ്മുടെ കാറ്. ഋതപ്പന് ഇഷ്ടമാണോ സ്വിഫ്റ്റ് എടുത്തത്? ഋതു വിളിക്കുന്നു, ഋതപ്പന് ഇഷ്ടമാണോ സ്വിഫ്റ്റ് തന്നെ സെലക്ട് ചെയ്തത്? എക്സൈറ്റ്മെന്റ് അങ്ങനൊന്നും ഇല്ല. കാരണം ഞാൻ എല്ലാ വീട്ടുകാർക്കൊക്കെ ഭയങ്കര സന്തോഷം, പിള്ളേർക്ക് ഭയങ്കര സന്തോഷം. പിള്ളേർക്ക് ഒരു സന്തോഷമായിക്കോട്ടെ എന്ന് ഓർക്കട്ടെ സന്തോഷം. പിന്നെ നമ്മൾ സ്വന്തമായിട്ട് ജോലി ചെയ്ത പൈസ സന്തോഷം. പിന്നെ ഇപ്പൊ ഇതിന്റെ അടിയിൽ വന്ന കമന്റ് വരും ഇത് വലിയ സംഭവമാണോ? അവർക്ക് സംഭവം അല്ലായിരിക്കും. എൻ്റെ വീട്ടുകാർക്കും എൻ്റെ മക്കൾക്കൊക്കെ അത് വലിയ സംഭവം തന്നെയാണ്. ഞാൻ വലിയ സംഭവമായിട്ട് എങ്ങും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ സന്തോഷം അല്ല, കാറുണ്ടായിരുന്നല്ലോ, നമുക്കുണ്ടായിരുന്നു. ഇപ്പൊ കിച്ചു ഒരെണ്ണം മേടിച്ചു, അങ്ങനെ കാറുണ്ടായിരുന്നു. ഇപ്പൊ അത് മകനെ അറിയാം,
അപ്പൊ പിന്നെ കാർ ഉണ്ടായിരുന്നു, നേരത്തെ ഉണ്ടായിരുന്നു, സുചേട്ടനുള്ളപ്പോൾ ഉണ്ടായിരുന്നു കാർ. ആ അത് തന്നെ. ഇപ്പൊ ചെലവ് കൂടുമല്ലോ 2 കാറൊക്കെ. പൊക്കോട്ടെ. നീല കളർ ഫേവറേറ്റ് ആണോ? ആ ബ്ലൂ നല്ല രസമല്ലേ. ഇല്ല ഞാൻ പഠിക്കുന്നില്ല. ഒന്നങ്ങ് തിരിയോ ഒന്നങ്ങ് തിരിയോ ഫേസ് ഒന്ന് ഇങ്ങോട്ടെ. ഫാമിലി എല്ലാവരും ഒരുമിച്ച് നിൽക്കാം. എല്ലാവരും ഒരുമിച്ച് വരും. പേരുണ്ടല്ലോ ഇനി അതിനകത്ത് സൂചിച്ചേണ്ട പേരെന്തിനായിരുന്നു? എനിക്കൊന്നൊരു പേരില്ലേ അതിനകത്ത്. ഇനി സൂചിച്ചേണ്ട പേരെന്തിനാ കാറിനിടുന്നത്? സൂചിച്ചേണ്ട പേരുണ്ട്. അത് ഇനിയിപ്പോൾ കാറിനിടാനുള്ളതല്ല. മനസ്സിലായോ? എല്ലാരും നിക്ക്. എല്ലാരും വരട്ടെ, ഫാമിലി എല്ലാരും വരട്ടെ. എന്താണ് ഇപ്പൊ നിനക്ക് എന്താണ് പറയാനുള്ളത്? നീ പറ ഒന്നും പറയില്ല. പിന്നെന്തിനാ നിങ്ങളുടെ പറയടാ. ഷോക്കിലെ മൊത്തം ക്യാമറ. ഞാനതിന് ഷൂട്ടിനൊക്കെ പോകുമ്പോഴത്തേന് ട്രെയിനും ബസ്സിനും തന്നെയാണ് പോകുന്നത്. കണ്ണാടി നോക്കി കുറച്ച് മാസൊക്കെ ആവാം. ഇത് എവിടുന്ന് കൊണ്ടുവന്ന ക്ലാസ് അറിയണോ? എനിക്കൊരു ഗിഫ്റ്റ് തന്നത്. അപ്പൊ ബഹ്റിൻ കൊണ്ടുവന്നു. അതൊക്കെ അല്ലാണ്ട് കിട്ടൂല. വേറെ പണിയൊന്നും ഇല്ലായിരുന്നോ? വേറെ തുണി വെക്കണം. കാറിന്റെ തുണിയാ വെക്കുന്നേ. ആണടാ രേണു കാറിന്റെ തുണി വെക്കാൻ പോവാണ്. ഇതിങ്ങനെ പൊക്കണോ കേട്ടാ മതി. രേണു, കേരളത്തിൽ ആരെങ്കിലും കാർ എടുത്ത് എത്ര ആൾക്കാർ വന്ന് നിൽക്കും? അതെന്താ സംഭവം? അതാണ് സംഭവം. അപ്പം എല്ലാവരും കാത്തിരുന്ന ഒരു ദിനമായിരുന്നു. സോഷ്യൽ മീഡിയ ഇപ്പൊ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ രേണു ചേച്ചി മാത്രമേ ഉള്ളൂ. രേണു ചേച്ചി വണ്ടി എടുക്കുന്ന കാര്യമാണ് എല്ലാവരുടെയും ചർച്ചാ വിഷയം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കോട്ടയം ജില്ലയിൽ പേരൂർ എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൽ നിന്ന് ചേച്ചി എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി എടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതത്തിൽ മറക്കാൻ സാധിക്കാത്ത ഒരു കാര്യമാണ്. അത് നമ്മളെ വിശ്വസിക്കുന്നു എന്നുള്ളതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു. അതുപോലെ എൻ്റെ സ്റ്റാഫുകളും അഭിമാനിക്കുന്നു. ഇത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ്. ഏറ്റവും സന്തോഷകരമായി ദൈവത്തിനോടുള്ള എല്ലാവിധ പ്രാർത്ഥനയോടും കൂടി നിങ്ങളുടെ എല്ലാവരുടെയും വന്നിരിക്കുന്ന എല്ലാ ചാനലുകാരും ആ ചേച്ചിയുടെ വിഷ്വൽസ് പകർത്താനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയോടുകൂടി നമ്മൾ ഈ വണ്ടി റിവീൽ ചെയ്യുകയാണ്. വണ്ടി റിവീൽ ചെയ്യാനൊരു അവസരം. മക്കൾക്ക് വേണ്ടിട്ട് മേടിച്ചല്ലേ, അവരുടെ സന്തോഷം. അതല്ല മക്കളായിട്ടൊന്ന് പോകുന്ന അങ്ങനെ കാര്യമൊന്നുമില്ല. ഞാൻ എനിക്ക് തിരക്കല്ലേ. ഞാൻ ഇന്ന് വൈകിട്ട് കോഴിക്കോട് പോകും. നാളെ ഇനോഗ്രേഷൻ ഉണ്ട്. അത് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല.
ഒരു കാര്യം ഇതിപ്പോ അതേതാ കാർ ഏതാ? അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടണം, ആർക്കും മിസ്സാകാൻ പാടില്ല വിഷ്വൽസ്. ഇപ്പൊ ചേച്ചിക്ക് ഒന്ന് ഫ്രണ്ട് ഇരിക്കാൻ അങ്ങനെ വന്നിട്ട് അപ്പൊ എല്ലാവരുടെയും പ്രാർത്ഥനയോടുകൂടി വണ്ടി പുതിയ വണ്ടി മൂക്കില് കൊളിക്കണ ചേച്ചിന്റെ കണ്ണില്ല, ചേച്ചിന്റെ നിന്റെ ഞാൻ ചാവിയും കൂടെ ഒന്ന് കൊടുത്തോട്ടെ. കിച്ചു ബ്രോ സെലക്ഷൻ ചേട്ടാ എല്ലാരും ഒന്ന് ബാക്കിലേക്ക് ഇരിക്കണേ. എല്ലാരും ഇച്ചിരി കൂടെ ബാക്കിലേക്ക് എല്ലാ രീതിയിലും കിട്ടും. അതുകൊണ്ടാണ് എല്ലാരും ഒന്ന് കൈയടിച്ച് പാസ്സാക്കണേ. സന്തോഷം. നമ്മുടെ ഒരു കേക്ക് കട്ടിങ് ചടങ്ങും കൂടെ ഉണ്ട് ഒഫീഷ്യലായിട്ട്. തീർച്ചയായിട്ടും അത് കുഴപ്പമില്ല. സൂപ്പർ. ചേച്ചി പേരെന്താ? കോസ്റ്റ്യൂം ഡിസൈനർ ബാക്കിലുണ്ട് തോന്നിപ്പോണ്ട്. രണ്ട് ഗ്ലാസ് വെച്ചോ. ഗ്ലാസ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയി. അതെ ചേച്ചി ഒരു ഇലക്ഷൻ വെക്കേണ്ട അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഇലക്ഷൻ നിൽക്കാൻ ഏത് പാർട്ടിയാണെന്നൊന്നും പറയത്തില്ല, പാർട്ടിക്കാർ പറഞ്ഞാൽ നിൽക്കും. ആവശ്യപ്പെട്ടില്ല. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ സന്തോഷം. കാറ് കണ്ടതിനേക്കാളും കൂടുതൽ കേക്ക് കണ്ടപ്പോഴാണ് സന്തോഷം. എല്ലാരും കൂടെ പിടിച്ചോ. ലുധിയാമയൊക്കെ പിടിക്കടി. പാടണ്ടേ ഹാപ്പി എങ്ങനെ എടുക്കുന്നത്? അല്ല കൈ കൊണ്ടാണ് അറിയാതെ എങ്ങനെ എടുക്കുന്നത് ചോദിച്ചതാ. അമ്മയ്ക്കൊന്ന് കൊടുക്കാനോ? അവനെ കൂടെ തല്ലിച്ചിട്ടാണോ?